ഹലോ ഗൈസ്, അപ്പം ഇതെന്താ സാധനം എന്നറിയോ? ഇതാണ് പുതിന മുട്ട. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും ആക്കി വെക്കണം. മുട്ട പുഴുങ്ങാൻ എന്നിട്ട് ഇതേപോലെ നടുവെന്ന് കീറിയിട്ട് 2 കഷ്ണാക്കിയിട്ട് ഇങ്ങനെ വെക്കുക. എക്സാമിൽ അടുത്ത് നിൽക്കുന്നതിനെ കൊണ്ട് തന്നെ കുറേ സമയം കിച്ചണിലേക്ക് ഇട്ട് ഒന്നും ഉണ്ടാക്കാനുള്ളൊരു സാവകാശം എനിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചൊരു 10 മിനിറ്റ് കൊണ്ട് എന്തുണ്ടാക്കാൻ കഴിയുമെന്ന് നോക്കി നിൽക്കുന്നവരാണ് ഇൻസ്റ്റാഗ്രാമിൽ കറക്റ്റ് ഷാമിസ് ഫുഡ് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്ന് എനിക്ക് ഇത് റെസിപ്പി കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ട്രൈ ആക്കി വെക്കാൻ. അപ്പോൾ കുരുമുളകും വറ്റൽമുളകും പുതിനച്ചപ്പും കുറച്ച് കറിവേപ്പിലയെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കാൻ. എന്നിട്ട് ഇതേപോലെ ഒരു മിക്സി എടുക്കുക, വാട്ടിയ സാധനം ഇതിലേക്ക് മാറ്റുക, പിന്നെ കുറച്ച് ഉപ്പിടാം. ഉപ്പ് കണക്കിനിടണം, അത് കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും പ്രശ്നമാണ് കേട്ടോ. അതിൻ്റെ ലേശം കുറഞ്ഞു പോയിക്കേനു. അപ്പോൾ ആ ഉപ്പ് ഇട്ട് നല്ലോണം അടിച്ചിട്ട് എടുക്കുക. അത് ഇതേപോലെ പൊടിയായിട്ട് കിട്ടും. നേരത്തെ നമ്മൾ ഇതെല്ലാം വാട്ടി ആ ഒരു പാത്രത്തിൽ തന്നെ അങ്ങ് വെളിച്ചെണ്ണ ഒഴിച്ചാൽ എന്നാൽ പിന്നെ കുറേ പാത്രം കഴുകും വേണ്ട. പിന്നെ നമ്മൾ ഈ 2 കഷ്ണാക്കിയ മുട്ടയില്ലേ, അത് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ എൻ്റെ വെളിച്ചെണ്ണൻ്റെ അളവും കുറച്ച് കുറഞ്ഞു പോയി, എൻ്റെ എല്ലാം ലേശം കുറഞ്ഞു പോയിക്ക്. അപ്പം എല്ലാം കുറച്ചും കൂടി കൂട്ടണം നിങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് അത് കുറച്ചായാലും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ സാധാ ഉള്ളി ഇതേപോലെ കുഞ്ഞി കഷ്ണമായിട്ട് മുറിച്ചിട്ട് അതും അതിലിട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അടിച്ച് വെച്ച ഈ സാധനം അതും അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പം മഞ്ഞ വേറെ എല്ലാം ആയിപ്പോവും, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇളക്കണം. എനിക്കാണ് ഇതിങ്ങനെ ടേസ്റ്റ് നോക്കാനുള്ള ടെൻഡൻസി കൂടി വരുന്നുണ്ടായിരുന്നു. പക്ഷെ നോമ്പായതിനെ കൊണ്ട് നോക്കാനും കഴിയുന്നില്ല. പിന്നെ കുറച്ചേരം കഴിയുമ്പോൾ ഇതിന് നല്ല സ്മെല്ല് വരാൻ തുടങ്ങി ഗൈസ്. പിന്നെ ആണെങ്കിലും നല്ല പൂതിയാൻ തുടങ്ങി തിന്നാൻ വേണ്ടിയിട്ട്. എൻ്റെ ഇത് ലേശം ഡ്രൈ ആയിപ്പോയി, എന്നാലും ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ആക്കി വെക്കുക.